അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ഒക്ടോബർ മാസം ജപമാല മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്മയോടുകൂടെ അമ്മയ്ക്കരികെ നമ്മൾ ചെലവിടുന്ന പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമാണല്ലോ ജപമാല മാസം. നമുക്കൊരുമയോടെ തീക്ഷ്ണതയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1998 ഒക്ടോബർ 29 ഒരു ഞായറാഴ്ച മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നൽകിയ സന്ദേശം പ്രകാരമാണ്. ജപമാലയെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: റോസറി ഈസ് മൈ ഫേവറേറ്റ് പ്രയർ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് ജപമാല. തുടർന്ന് മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: എ മാർവലസ് പ്രയർ ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ഡെപ്ത്. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ തന്നെ ആഴമേറിയതും വളരെ ലളിതവുമായ പ്രാർത്ഥനയാണ്. ഏതൊരു സാധാരണക്കാരനും ആർക്കും എളുപ്പം പ്രാർത്ഥിക്കാവുന്നതും അധരങ്ങളിൽ ഉരുവിടാവുന്നതുമായ എളുപ്പമുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. എന്നാൽ അങ്ങേയറ്റം ദൈവശാസ്ത്രത്തെയും ദൈവിക ചിന്തകളെയും ഈശോയുടെ ജീവിതം മുഴുവനും ഉൾച്ചേർന്നിട്ടുള്ളതുമാണ് ജപമാല പ്രാർത്ഥന. പ്രിയമുള്ളവർ, ഈ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാം. മാർപ്പാപ്പ അതിൽ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ജപമാല പ്രാർത്ഥനയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഭാഷയാണ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നത്. ഇപ്രകാരമാണ് മാർപ്പാപ്പ പറയുന്നത്: ട്രാൻസ്ലേറ്റ് എവ്രിതിങ് ഇൻ ടു ദ ലാംഗ്വേജ് ഓഫ് ദ പ്രയർ ഓഫ് റോസറി. എല്ലാത്തിനെയും, നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ, സർവ്വതിനെയും ജപമാല പ്രാർത്ഥനയുടെ ഭാഷയിലേക്ക് രൂപാന്തരം ചെയ്യുക അല്ലെങ്കിൽ പരിണമിപ്പിക്കുക എന്ന് മാർപ്പാപ്പ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജപമാല മാസത്തിൽ അമ്മയോടുകൂടെ അമ്മയ്ക്കരികെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അത് ഈശോയുടെ പ്രാർത്ഥനയാകട്ടെ, ഈശോയുടെ ഇഷ്ടമാകട്ടെ. പരിശുദ്ധ അമ്മയോട് കൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈശോ സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ നാളുകളിലും മുഴുവനും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. അമ്മേ